എപ്പോഴും വുളു ഉണ്ടായിരിക്കുക ദിവസം മുഴുവനും. ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം. വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ വുളു ചെയ്യാതെ പോകല്ലേ. ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാ നമ്മുടെ റോഡുകളൊക്കെ പോണത്. നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ? മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാൻ, ബസ്സിന്റെ ഇടയിലൂടെ പോവാൻ, ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ, വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റോട്ടിലിറങ്ങിയ തിരക്കാണ്, പേടിപ്പിക്കുന്ന ഓട്ടങ്ങളാണ്. ലാ യജൂസു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരാൾക്കും മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണ്. ആരും ആരെയും പേടിപ്പിക്കുന്ന രീതി വണ്ടി ഓട്ടരുത്. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ സ്വർഗ്ഗം കണ്ട് തിരിച്ചു വന്നപ്പോ, യാ ബിലാൽ ഇബ്നു റബാഹ്, ഞാൻ അവിടെ ഒരു കാലൊച്ച കേട്ടു എന്റെ പിന്നിൽ. ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. സ്വഹാബികളൊക്കെ ചോദിച്ചു, ബിലാൽ നിങ്ങൾ സ്വർഗത്തിലെത്താൻ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്നും കാണാത്തത്, ഞങ്ങൾക്കറിയാത്തത്. നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നുമില്ല, ഞാൻ എപ്പോഴും വുളു കൊടുക്കും. വുളു കൊടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരം എപ്പോഴും. വുളു മുറിഞ്ഞോ, ബാത്റൂം പോയോ, വേഗം വുളു കൊടുത്ത് വരാം. സോക്സമ്മ തടവേ വുളു ശരിയാവൂലേ? പൊന്നാര മുഅ്മിനീങ്ങളെ, ഖുഫമ്മ തടവാൻ പറ്റും, സോക്സ് ഖുഫയല്ല. ഖുർആന്റെ നിയമമാണത്.